പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എസ്റ്റിമേഷനെ പറ്റി പഠിച്ചത്. എസ്റ്റിമേഷൻ രണ്ട് തരത്തിലുണ്ടെന്നും അതിൽ പോയിൻ്റ് എസ്റ്റിമേഷനും ഇൻ്റർവൽ എസ്റ്റിമേഷനും ഉണ്ട് എന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഒരു എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് ബെസ്റ്റ് അല്ലെങ്കിൽ ക്രൈറ്റീരിയൻസ് റിക്വയർഡ് ഫോർ ആൻ എസ്റ്റിമേറ്റർ ഈസ് ടു ബി ബെസ്റ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് അൺബയാസ്നെസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി, സഫിഷ്യൻസി എന്നാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് 4 പോയിന്റുകളാണ് ഒരു എസ്റ്റിമേറ്റർ ഗുഡ് എസ്റ്റിമേറ്റർ ആവാനുള്ളത്. അപ്പോൾ അതിൽ അൺബയാസ്നെസ് നമ്മൾ പഠിച്ചു, അതിൻ്റെ എക്സാമ്പിളും നമ്മൾ ചെയ്തു. ഇനി അടുത്തത് കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ എന്താണെന്ന് നോക്കാം. An estimator T is said to be consistent estimator for the parameter theta if expectation of T tends to theta and variance of T tends to 0 as n tends to infinity. അതായത് ഒരു എസ്റ്റിമേറ്റർ T എന്ന് പറയുന്നത് തീറ്റ എന്ന പാരാമീറ്ററിലേക്ക് കൺസിസ്റ്റൻ്റ് ആവുന്നത് എങ്ങനെ? An estimator T is said to be consistent estimator for the parameter theta if expectation of T tends to തീറ്റ. എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് തീറ്റ ആയിരിക്കണം. തീറ്റയ്ക്ക് ഈക്വാലിറ്റി എന്നല്ല പറഞ്ഞത്, ടെൻഡ് ചെയ്യണം, അത് അതിലേക്ക് എത്തിച്ചേരണം. എപ്പോഴാണ്? ആൻഡ് വാരിയൻസ് ഓഫ് ടി ടെൻസ് ടു 0. വാരിയൻസ് ഓഫ് ടി 0 ടെൻഡ് ചെയ്യണം. എപ്പോഴാണ്? എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. എൻ ഇൻഫിനിറ്റി ആകുമ്പോൾ, എന്നിൻ്റെ വില ഇൻഫിനിറ്റി ആകുമ്പോൾ അത് എക്സ്പെക്ടേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് തീറ്റയും വാരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ടി എന്ന എസ്റ്റിമേറ്റർ കൺസിസ്റ്റൻ്റ് എസ്റ്റിമേറ്റർ ഫോർ ദ പാരാമീറ്റർ തീറ്റ എന്ന് പറയാൻ പറ്റും. എക്സ്പെക്ടേഷൻ ഓഫ് ടി ഈക്വൽ ടു തീറ്റ ആകുമ്പോൾ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞത് അൺബയാസ്ഡ് ആയിരിക്കും. ടി ഈസ് അൺബയാസ്ഡ് ഫോർ തീറ്റ ആയിരിക്കും. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് ടി തീറ്റയിലേക്ക് ടെൻഡ് ചെയ്യണം. അത് മാത്രമല്ല വാരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് 0 ടെൻഡ് ചെയ്യണം. n ഇൻഫിനിറ്റി ആകുമ്പോഴാണ്. ഇനി അടുത്തത് മൂന്നാമത്തത് എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ. എഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടെണ്ണമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടത്. 2 എസ്റ്റിമേറ്റർ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ ഏതാണ് എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് എൻ എസ്റ്റിമേറ്റർ ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് വാരിയൻസ്. ഇഫ് എ പാരാമീറ്റർ ഹാസ് മെനി അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ദെൻ ദാറ്റ് എസ്റ്റിമേറ്റർ വിത്ത് ലീസ്റ്റ് വേരിയൻസ് ഈസ് കോൾഡ് ആൻ എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ. അപ്പോൾ ഈ വാരിയൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. ഒരു നല്ല എസ്റ്റിമേറ്റർ അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് വാരിയൻസ് ഉള്ളതായിരിക്കും. വാരിയൻസ് കുറവുള്ളതാണ് അല്ലെങ്കിൽ ലീസ്റ്റ് വാരിയൻസ് ഉള്ളതാണ് എന്താണ് ബെസ്റ്റ് എസ്റ്റിമേറ്റർ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ലെറ്റ് T1 ആൻഡ് T2 ആർ 2 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ദ പാരാമീറ്റർ തീറ്റ. T1 ഉം T2 എന്ന് പറയുന്നത് 2 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്ന് വിചാരിക്കുക. തീറ്റയുടെ വിത്ത് പാരാമീറ്റർ തീറ്റയാണ്. ദെൻ T1 is said to be more efficient than T2. T1 എന്ന് പറയുന്നത് T2വിനേക്കാളും മോർ എഫിഷ്യൻ്റ് ആണെന്ന് എപ്പോഴാണ് പറയുന്നത്? വാരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വാരിയൻസ് ഓഫ് T2. അതായത് വാരിയൻസ് ലെസ് ആണെന്നാണ് പറയുന്നത്. വാരിയൻസ് ഓഫ് T1 വാരിയൻസ് ഓഫ് T2വിനേക്കാളും ലെസ് ആണെങ്കിൽ, ദാറ്റ് ഈസ് വാരിയൻസ് ഇഫ് വാരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വാരിയൻസ് ഓഫ് T2 then T1 is said to be more efficient than T2. അതിൽ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. x1, x2, x3 and x4 is a random sample drawn from a population with a mean mu and standard deviation sigma. T1 equal to x1 plus 2x2 plus 2x3 minus 4x4. അതാണ് T1 എന്ന് പറയുന്നത്. T2 equal to x1 plus x2 minus x3 minus x4 ആർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ. ഇത് രണ്ടും T1 ഉം T2 ഉം അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ ആണ്. ഒബ്റ്റെയിൻ ദ എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എമംഗ് T1 ആൻഡ് T2. ഈ T1ലും T2ലും ഏതാണ് എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ അൺബയാസ്ഡ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? T1 ഉം T2 ഉം അൺബയാസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എക്സ്പെക്ടേഷൻ ഓഫ് T1 എക്സ്പെക്ടേഷൻ ഓഫ് T2 എന്ന് പറയുന്നത് എന്തായിരിക്കും? മ്യൂ ആയിരിക്കും. എക്സ്പെക്ടേഷൻ ഓഫ് T1 ഉം എക്സ്പെക്ടേഷൻ ഓഫ് T2 എന്ന് പറയുന്നത് മ്യൂ ആയിരിക്കും.
പിന്നെ നമ്മൾ ഏതാണ് എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് പരിശോധിക്കണമെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും വാരിയൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ലെസ് വാരിയൻസ് ഉള്ളതാണ് മോർ എഫിഷ്യൻറ്റ്. അപ്പോൾ വാരിയൻസ് ഓഫ് T1 ആദ്യം കാണാം. ആദ്യം T1 എന്താണ്? ഇവിടെ given T1 and T2 are unbiased estimator for the population mean mu. T1 എന്ന് പറയുന്നത് x1 plus 2x2 plus 2x3 minus 4x4 ആണ്. അതല്ലേ T1? T1 എന്ന് പറയുന്നത് x1 plus 2x2 plus 2x3 minus 4x4. ഇനി variance of T1 കാണാം. variance of T1 equal to variance of x1 plus 2x2 plus 2x3 minus 4x4. അത് ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എന്താ variance of x1 plus variance of ax എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a square into variance of x ആണ്. അപ്പോൾ variance of 2x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 square into variance of x2 ആയിരിക്കും. 2 square variance of 2x2 എന്ന് ആദ്യം എഴുതാം, പ്ലസ് variance of 2x3 മൈനസ് variance of variance of x പ്ലസ് ഓർ മൈനസ് y എന്ന് പറഞ്ഞാൽ variance of x പ്ലസ് variance of y. അതായത് പ്ലസ് ആണെങ്കിൽ variance of x പ്ലസ് y ആണെങ്കിലും variance of x പ്ലസ് variance of y ആണ്. variance of x മൈനസ് y ആണെങ്കിൽ variance of x പ്ലസ് variance of y ആണ്. അതുകൊണ്ടാണ് മൈനസ് 4x4 എന്നുള്ളത് ഇവിടെ എന്തായത്? പ്ലസ് variance of 4x4 ആയത്. ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. അതായത് മൈനസ് 4x4 എന്നുള്ളത് വാരിയൻസ് എടുക്കുമ്പോഴെന്തായി? പ്ലസ് വാരിയൻസ് ഓഫ് 4x4 ആയി. അതെന്തുകൊണ്ടാണ്? വാരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ വാരിയൻസ് ഓഫ് എക്സ് പ്ലസ് വാരിയൻസ് ഓഫ് വൈ ആണ്. അപ്പോൾ മൈനസ് ഉണ്ടെങ്കിൽ അത് സ്ക്വയർ കാണുമ്പോൾ പ്ലസ് ആവുമല്ലോ. മൈനസിൻ്റെ സ്ക്വയർ എന്താണ്? പ്ലസ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ആയത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു വാരിയൻസ് ഓഫ് x1 പ്ലസ് വാരിയൻസ് ഓഫ് 2x2. വാട്ട് ഈസ് വാരിയൻസ് ഓഫ് 2x2? 2 square into variance of x2, that is 4 v of x2 plus v of 2x3, that is 4 v of x3 plus 4 square, that is 16 into variance of x4. അപ്പോൾ അതെന്തായിട്ട് മാറും? അതായത് v of ax എന്ന് പറഞ്ഞാൽ a square into v of x. അപ്പോൾ എന്തായിട്ട് മാറും? v of x1 is sigma square, 4 into variance of x2 4 sigma square, 4 variance of x3 4 sigma square, 16 variance of x4 16 sigma square. അതായത് variance of x1 variance of x2 variance of x3 variance of x4 എല്ലാം എന്തായിരിക്കും? സിഗ്മ എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. x1 x2 x3 x4 is a random sample drawn from a population with mean mu and standard deviation sigma എന്ന് തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെ മീൻ എക്സ്പെക്ടേഷൻ ഓഫ് x1 എല്ലാം mu ആണ്. അതേപോലെ variance of x1 sigma, variance of x2 സിഗ്മ. അപ്പോൾ എല്ലാം സിഗ്മ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും ടോട്ടലായിട്ട്? sigma square for 4 sigma square plus 4 sigma square plus 16 sigma square. Sigma square means 1 sigma square. അപ്പോൾ 1 sigma square 4 sigma square 25 plus 1 plus 4 1 plus 4 എത്ര? 5 5 plus 4 5 plus 4 9 9 plus 16 25. So it is equal to 25 sigma square എന്ന് കിട്ടും. ഇനി T2 കാണാം. T2ൻ്റെ വാരിയൻസ് ഓഫ് T2 മീൻസ് T2 എന്താണ്? x1 plus x2. ഇവിടെ നോക്കിയാൽ മതി. T2 വാട്ട് ഈസ് T2? x1 plus x2 minus x3 minus x4. അപ്പോൾ വാരിയൻസ് ഓഫ് T2 എന്തായിരിക്കും? വാരിയൻസ് ഓഫ് T2 ഈക്വൽ ടു വാരിയൻസ് ഓഫ് x1 പ്ലസ് വാരിയൻസ് ഓഫ് x2 പ്ലസ് വാരിയൻസ് ഓഫ് x3 പ്ലസ് വാരിയൻസ് ഓഫ് x4. എന്തായിരിക്കും? സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ 4 ടൈംസ്, ദാറ്റ് ഈസ് 4 into സിഗ്മ സ്ക്വയർ. അപ്പോൾ ഇതിൽ ഏതാണ് വലിയ ചെറിയ വാരിയൻസ്? 4 സിഗ്മ. വാരിയൻസ് ഓഫ് T2 എന്ന് പറയുന്നത് 4 സിഗ്മ സ്ക്വയർ. വാരിയൻസ് ഓഫ് T1 എന്ന് പറഞ്ഞാൽ 25 സിഗ്മ സ്ക്വയർ. ഏതാണ് ചെറിയത് വാരിയൻസ്? ചെറിയ വാരിയൻസ് എന്ന് പറയുന്നത് വാരിയൻസ് ഓഫ് T2 ആണ്. therefore v of T2 less than v of T1. so T2 is efficient than T1. ഇനി ഒന്നുകൂടി ചെയ്യാം. x1 x2 and x3 are values of a random sample drawn from a normal population with a mean mu and standard deviation sigma. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് x1 എക്സ്പെക്ടേഷൻ ഓഫ് x2 എക്സ്പെക്ടേഷൻ ഓഫ് x3 എല്ലാം എന്താണ്? mu ആണ്. അതേപോലെ v of x1 v of x2 v of x3 എല്ലാം എന്താണ്? സിഗ്മയാണ്. ഇനി T1 ഈക്വൽ ടു x1 plus 2x2 plus x3 by 4. T2 equal to x1 minus x2 plus x3 by 2 and T3 equal to x1 plus x2 plus x3 by 3 are estimators for mu. Obtain the efficient estimator. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം v of T1 കാണണം, പിന്നെ v of T2 കാണണം, പിന്നെ v of T3 കാണണം. അതിൽ ഏതാണ് ലെസ് എന്നുള്ളത് നോക്കണം, ഏറ്റവും ചെറിയത് ഏതെന്ന് നോക്കണം. അതാണ് എഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ. അപ്പോൾ ആദ്യം T1 ഈക്വൽ ടു
x1 plus 2x2 plus x3 by 4. എക്സ്പെക്ടേഷൻ ഓഫ് T1. ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് T1 കാണണം. ഇവിടെ x1 x2 x3 അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നില്ല. ഇവിടെ നേരത്തെ ചോദ്യത്തിലാണെങ്കിൽ ഇവിടെ T1ഉം T1 equal to x1 plus 2x2 plus 2x3 minus 4x4 and T2 equal to x1 plus x2 minus x3 minus x4 are unbiased estimator for mu എന്ന് പറയുന്നുണ്ട് ചോദ്യത്തിൽ. പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ ചോദ്യത്തിൽ T1ഉം T2 T3 അല്ല അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നില്ല. 6 എസ്റ്റിമേറ്റേഴ്സ് ഫോർ മ്യൂ എന്നേ പറഞ്ഞുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അൺബയാസ്ഡ് എന്നും കൂടി തെളിയിക്കേണ്ടി വരും. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് T1 എന്ന് പറയുന്നത് മ്യൂ ആണ്, എക്സ്പെക്ടേഷൻ ഓഫ് T2 എന്ന് പറയുന്നത് മ്യൂ ആണ്, എക്സ്പെക്ടേഷൻ ഓഫ് T3 എന്ന് പറയുന്നത് മ്യൂ ആണെന്നും കൂടി തെളിയിക്കണം ആദ്യം. പിന്നെ വേരിയൻസ് ഓഫ് T1 കണ്ടുപിടിച്ചുടൂ. അപ്പോൾ എഫിഷ്യന്റ് എസ്റ്റിമേറ്ററിന് എക്സ്പെക്ടേഷൻ ഓഫ് T1 കാണണം. അൺബയാസ്ഡ് എന്ന് തെളിയിക്കണ്ടേ? അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ മാത്രമേ നമുക്ക് എഫിഷ്യന്റ് എസ്റ്റിമേറ്റർ എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് T1 കാണാം. എക്സ്പെക്ടേഷൻ ഓഫ് T1 ഈക്വൽ ടു E of x1 plus 2x2 plus x3 by 4. ഇനി ഓരോന്നിനും ടേം ബൈ ടേം ആയിട്ട് എക്സ്പെക്ടേഷൻ കാണാം. ദാറ്റ് ഈസ് E of x1 plus 2 into E of x2 plus E of x3 by 4. ദാറ്റ് ഈസ് മ്യൂ പ്ലസ് 2 into E of x2 എന്ന് പറഞ്ഞാൽ 2 മ്യൂ പ്ലസ് മ്യൂ. അപ്പോൾ എത്ര കിട്ടും? 4 മ്യൂ ബൈ മ്യൂ എന്ന് കിട്ടും. ദാറ്റ് ഈസ് മ്യൂ എന്ന് കിട്ടി. എക്സ്പെക്ടേഷൻ T1 മ്യൂ എന്ന് കിട്ടി. ഇനി എക്സ്പെക്ടേഷൻ T1 equal to mu, therefore T1 is unbiased for mu. ഇനി E of T2 കാണാം. E of T2 equal to E of x1 minus x2 plus x3 by 2. E of x1 minus E of x2 plus E of x3. That is mu minus mu plus mu by 2. അപ്പോൾ എത്ര കിട്ടും? mu by 2 എന്ന് കിട്ടും. അപ്പോൾ എന്തായി? എക്സ്പെക്ടേഷൻ T1 എന്ന് പറയുന്നത് അൺബയാസ്ഡ് അല്ല. Therefore expectation of T2 is not equal to mu, that is T2 is not unbiased for estimator for mu. ഇവിടെ equal to mu എന്നല്ല കിട്ടിയത്, mu by 2 എന്നാണ്. mu by 2 കിട്ടിയാൽ അത് unbiased അല്ല. E of T2 is not equal to mu, അതുകൊണ്ട് T2 is not an unbiased estimator for mu. അപ്പോൾ T2 നമ്മളെ കണക്കിന്ന് പോയി. അപ്പോൾ T1ഉം T3 അൺബയാസ്ഡ് ആവും നോക്കിയിട്ട് അതിൽ ഏതാണ് ലെസ് വേരിയൻസ് നോക്കിയാൽ മതി. T2ന്റെ പരിഗണിക്കേ വേണ്ട. ഇനി E of T3 കാണാം. E of T3 equal to E of x1 plus x2 plus x3 by 3. That is E of x1 plus E of x2 plus E of x3 by 3. അപ്പോൾ എന്ത് കിട്ടും നോക്കിക്കോളൂ? mu plus mu plus mu by 3. That is 3 mu by 3 equal to mu. അപ്പോൾ T3 എന്ന് പറയുന്നത് E of T3 equal to mu. Therefore T3 is unbiased for estimator for mu. അപ്പോൾ ഇത് രണ്ടും അൺബയാസ്ഡ് ആണ്. അതുകൊണ്ട് T1ഉം T3യും മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. അതിലാണ് ഏതാണ് ലെസ് വേരിയൻസ് ഉള്ളത് നോക്കിയാൽ മതി. ഇനി വേരിയൻസ് ഓഫ് T1 കാണാം. വേരിയൻസ് ഓഫ് T1 ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 plus 2x2 plus x3 by 4. ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് x1 plus 2. വേരിയൻസ് ഓഫ് 2x2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ, അതായത് 4 into V of x2. 4 into V of x2 plus V of x3 which is equal to sigma square plus 4 sigma square plus sigma square by 16. അപ്പോൾ എത്ര കിട്ടും? 6 sigma square by 16 കിട്ടി. അതിന് നമുക്ക് 3 sigma square by 8 നാക്കാം, അതായത് 0.375 sigma square നാക്കാം. ഇനി വേരിയൻസ് ഓഫ് T2 കാണേണ്ട ആവശ്യമില്ല. T2 നമ്മളെ കണക്കിൽ തന്നെ പുറത്തു പോയി. എന്തുകൊണ്ടാണ്? E of T2 നോട്ട് ഈക്വൽ ടു മ്യൂ ആണ്. അതായത് T2 ഈസ് നോട്ട് ആൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ. അതുകൊണ്ട് അത് നമ്മൾ പരിഗണിക്കുന്നില്ല. ഇനി V of T3 കാണാം. V of T3 ഈക്വൽ ടു V of x1 plus x2 plus x3 by 3. That is equal to V of x1 plus V of x2 plus V of x3 by 3. നോക്ക്, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. V of x1 plus x2 plus x3 by 3 എന്നുള്ളത് വേരിയൻസ് എടുക്കുമ്പോൾ എന്താവും? വേരിയൻസ് ഓഫ് AX എന്ന് പറഞ്ഞാൽ A സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് X ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് x1 plus x2 by 3 x3 by 3 എന്ന് പറഞ്ഞാൽ by 3 എന്നുള്ളത് അതിൻ്റെ സ്ക്വയർ ആയിട്ട് മാറും. ദാറ്റ് ഈസ് by 9 ആയിട്ട് മാറും അല്ലേ? അതായത് വേരിയൻസ് ഓഫ് 1/a ആണ്. ഇത് വേരിയൻസ് ഓഫ് 1/a ഇൻറ്റു എക്സ് ആണ്. വേരിയൻസ് ഓഫ് 1/a ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 1/a സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. അപ്പോൾ 1/3 ഇവിടെ സ്ക്വയർ എന്താണ്? 1/9 ആണ്. സോ 1/9 ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ്. അതെന്താണ്? വേരിയൻസ് ഓഫ് എക്സിന് പകരം വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് വേരിയൻസ് ഓഫ് x3. അതായത് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ 9. ദാറ്റ് ഈസ് 3 സിഗ്മ സ്ക്വയർ ബൈ 9. ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ ബൈ 3 എന്ന് കിട്ടും. 0.33 സിഗ്മ സ്ക്വയർ കിട്ടും. അപ്പോൾ T1 കിട്ടിയത് എത്ര? 0.375 ആണ്.
ഇതോ 0.33 സിഗ്മ സ്ക്വയർ. അപ്പോൾ ഏതാണ് വലുത്? T1 ആണ് വലുത് അല്ലേ? Therefore variance of T3 less than variance of T1. Therefore T3 is an efficient estimator. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് ചെയ്യാൻ പഠിക്കാം. ഇതേപോലെ ഒരു ഹോംവർക്ക് ഇത് നിങ്ങൾ സ്വയം ചെയ്യണം. എന്താണ്? If x1, x2, x3 and x4 are and x5 are sample values drawn from a normal population with a mean mu and standard deviation sigma. T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട് ആൻഡ് T3 തന്നിട്ടുണ്ട്. ആർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ ദ പാരാമീറ്റർ മ്യൂ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് T1, എക്സ്പെക്ടേഷൻ ഓഫ് T2, എക്സ്പെക്ടേഷൻ ഓഫ് T3 കാണേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ആർ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ. ഇത് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. T1ഉം T2ഉം T3യും അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ഇതിനാണ് പാരാമീറ്റർ പോപ്പുലേഷൻ പാരാമീറ്റർ മ്യൂന്. അതുകൊണ്ട് എക്സ്പെക്ടേഷൻ T കാണണ്ട. പക്ഷെ നമ്മൾ കാണേണ്ടതെന്ന് വേരിയൻസ് ഓഫ് T1, വേരിയൻസ് ഓഫ് T2, വേരിയൻസ് ഓഫ് T3 കാണണം. എന്നിട്ട് അതിൽ ഏതാണ് ലെസർ വേരിയൻസ് എന്ന് വേണം. എല്ലാത്തിൻ്റെയും V(x1), V(x2) എല്ലാം എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ ചെയ്തിട്ട് നിങ്ങൾ വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ ചെയ്യുന്നൊന്നുമില്ല. എനിക്ക് എന്ത് തന്നെയാലും ഇതിൻ്റെ ഉത്തരം എല്ലാവരും പോസ്റ്റ് ചെയ്യണം നമ്മുടെ ഗ്രൂപ്പിലേക്ക്. അതേപോലെ തന്നെ നിങ്ങളുടെ അധ്യാപകരുടെ ഗ്രൂപ്പിലേക്ക്, നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടാവും, അതിലേക്ക് എല്ലാവരും പോസ്റ്റ് ചെയ്യണം നിർബന്ധമായിട്ടും. ഇതൊക്കെ ഇതേ ടൈപ്പിലെ ചോദ്യങ്ങളെല്ലാം എക്സാമിന് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണ് അടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അൺബയാസ്ഡ്നെസ്, കൺസിസ്റ്റൻസി, എഫിഷ്യൻസി ആയി 3 എണ്ണമായി. 4ാമത്തെ പോയിന്റ് നല്ല ഒരു എസ്റ്റിമേറ്റർ ഗുഡ് എസ്റ്റിമേറ്റർ ആവണമെങ്കിൽ 4ാമത്തെ പോയിന്റ് സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ആണ്. ആൻ എസ്റ്റിമേറ്റർ ഈസ് സെഡ് ടു ബി സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ ഫോർ എ പാരാമീറ്റർ ഇഫ് ഇറ്റ് കണ്ടെയ്ൻ ഓൾ ദ ഇൻഫർമേഷൻ ഇൻ ദ സാമ്പിൾ അബൌട്ട് ദ പാരാമീറ്റർ. An estimator is said to be sufficient estimator of a parameter if it contains all the information in the sample about the parameter. അതായത് ഒരു എസ്റ്റിമേറ്റർ ഒരു പാരാമീറ്ററിൻ്റെ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ എസ്റ്റിമേറ്ററിൽ ആ പാരാമീറ്ററിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിരിക്കണം. ഒരു എസ്റ്റിമേറ്റർ ഒരു പാരാമീറ്ററിൻ്റെ ബെസ്റ്റ് എസ്റ്റിമേറ്റർ അല്ലെങ്കിൽ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ, ഒരു എസ്റ്റിമേറ്റർ ഒരു പാരാമീറ്ററിൻ്റെ സഫിഷ്യൻ്റ് എസ്റ്റിമേറ്റർ എന്ന് പറയണമെങ്കിൽ ആ എസ്റ്റിമേറ്ററിൽ ആ പാരാമീറ്ററിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയിരിക്കണം. സാമ്പിൾ മീൻ ഈസ് ആൻ അൺബയാസ്ഡ്, കൺസിസ്റ്റന്റ് ആൻഡ് സഫിഷ്യന്റ് ഫോർ ദ പോപ്പുലേഷൻ മീൻ. ഈ സാമ്പിൾ മീൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീനിന് എന്താണ്? അൺബയാസ്ഡ് ആണ്, കൺസിസ്റ്റന്റ് ആണ്, സഫിഷ്യന്റ് ആണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾ ഇതോടുകൂടി ഈ ചാപ്റ്ററിൻ്റെ ഈ ബെസ്റ്റ് എസ്റ്റിമേറ്ററിൻ്റെ ആ ഭാഗം തീർന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.